എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. KSKTU തോപ്പുംപടി വില്ലേജ് കമ്മിറ്റി ആത്മാഭിമാന സംഗമം നടത്തി. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ്, ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തി KSKTU തോപ്പുംപടി വില്ലേജ് കമ്മിറ്റി പള്ളുരുത്തിയിൽ ആത്മാഭിമാന സംഗമം നടത്തി. ഉദ്ഘാടനം ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പഴയ ഒരു കെട്ടിടം അതിൻ്റെ പ്രദേശത്ത് ഒരു മൂല ഇടിഞ്ഞു വീഴുമെന്നും പറഞ്ഞുകൊണ്ട് ആസ്പത്രികൾ ഇടിഞ്ഞു വീഴുന്നു എന്നും പ്രചരിപ്പിച്ച് കേരളത്തിലുള്ള മുഴുവൻ ഗവൺമെൻറ് ആസ്പത്രികളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെന്നുള്ള ചിത്രം പ്രചരിപ്പിക്കുകയാണ്. ആ ആസ്പത്രിയിൽ പോയി സകലവിധ രോഗങ്ങൾക്കും, ഇനിയിപ്പോൾ ഇന്ന രോഗങ്ങൾക്ക് മാത്രമാണ് ഗവൺമെൻറ് ആസ്പത്രി എന്ന് പറയാൻ കഴിയില്ല. മുമ്പ് പനിയും ശ്വാസം മുട്ടലും കഴിഞ്ഞൊരു കഷായം പോലത്തെ മരുന്നും തന്നുവിടുന്ന സ്ഥിതി മാറി, ഒരു ജിഞ്ചർ പോലത്തെ ഒരു മരുന്നും തന്നുവിടുന്ന സ്ഥിതി മാറി. ഇന്ന് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ, ലിവർ ഓപ്പറേഷൻ ചെയ്യാൻ, കിഡ്നി ഓപ്പറേഷൻ ചെയ്യാൻ, ഡയാലിസിസ് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ആസ്പത്രികൾ, താലൂക്ക് ആസ്പത്രി വരെ. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MS ശോഭിതൻ ഉദ്ഘാടനം ചെയ്തു. സൗമ്യ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സോണിക്ക ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു. EC ബിജു, AK അനൂപ്കുമാർ, AC അലോഷി, നിഷ ജോളി എന്നിവർ സംസാരിച്ചു. സതീശൻ നന്ദി രേഖപ്പെടുത്തി. കള്ളപ്രചാരവേല ആ മണ്ഡലത്തിലും കേരളത്തിലെമ്പാടും കോൺഗ്രസും UDFും സംഘടിപ്പിക്കുകയുണ്ടായി. അതിലൊരു അവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇത് കൈക്കൂലിയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും MP-യുമായിട്ടുള്ള KC വേണുഗോപാൽ പരസ്യമായി പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.